ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് പുട്ടാണ്. അതെങ്ങനെ സിമ്പിളായിട്ടും സോഫ്റ്റായിട്ടും ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടി ഇവിടെ ഞാൻ തരിയുള്ള പൊടിയും നൈസായിട്ടുള്ള പൊടിയും ഓരോ ഗ്ലാസ് എടുക്കുന്നുണ്ട്. ഇത് നൈസായിട്ടുള്ള പൊടിയാണ്, ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പൊടി. പിന്നെ തരിയുള്ള പൊടി ഒരു ഗ്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്. ഏത് പൊടി വേണമെങ്കിലും നമുക്ക് എടുക്കാം. തരിയുള്ള പൊടിയാണ് ഒന്നും കൂടെ നല്ലത്. പുട്ട് സോഫ്റ്റ് ആകാനൊക്കെ നല്ലത് തരിയുള്ള പൊടിയാണ്. ഇത് രണ്ടും ഓരോ ഗ്ലാസ് എടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിലാണ് ഞാൻ നനയ്ക്കുന്നത്. ചെറിയ ചൂടുവെള്ളം ഒരു ഗ്ലാസ്സോളം എടുത്തിട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ച് നനയ്ക്കാം. ചിലർ പഞ്ചസാര ചേർക്കും, അത് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ആകുമെന്ന് പറയുന്നുണ്ട്. കുഴപ്പമില്ല, ഞാനിവിടെ ചേർക്കുന്നില്ല. കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിങ്ങനെ നനയ്ക്കുക. പിന്നെ നമുക്ക് കുറേ നേരം ഇതിൻ്റെ കട്ടകൾ ഉടയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം അത് കട്ടകളിങ്ങനെ ഉടച്ച് സമയം കളയണ്ട. അത് നമുക്ക് മിക്സിയിലെടുത്ത് ഒന്ന് അടിച്ചെടുക്കാം. കാരണം അത് അങ്ങനെ എടുക്കുമ്പോൾ ഒന്നും കൂടെ സോഫ്റ്റായിട്ട് കിട്ടും ആ പൊടി. അപ്പോൾ കണ്ടോ, ഇതുപോലെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ എല്ലാ പൊടികളും മിക്സിയിൽ അടിച്ചെടുക്കുക. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അതിനുശേഷം തേങ്ങ കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ പൊടിയിടുക. പിന്നെ അതിൻ്റെ മേലെ ഇതുപോലത്തെ പുട്ടും കുറ്റിയാവുമ്പോൾ നമുക്ക് മേലെയും താഴെയും മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി പുട്ട് വേവിക്കാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു പുട്ടാണിത്. ഇത് പല രീതിയിലുണ്ടാക്കാം, പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ഉണ്ടാക്കാൻ സാധിക്കും. ഇതിൻ്റെ മെയിൻ കാരണം നമ്മൾ മിക്സിയിലൊന്ന് അടിക്കുമ്പോൾ അത് സോഫ്റ്റ് ആകുമെന്നുള്ളതാണ്. എല്ലാവരും ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. താങ്ക് യു.